ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മാങ്ങ അച്ചാറിടാൻ പോവാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വ്ളോഗ് കണ്ടവർക്കറിയാം, നമ്മൾ മാങ്ങ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അന്നൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നാണ് കേട്ടോ മാങ്ങ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാടൊന്നുമില്ല, ഈ കാണുന്ന ഒരു അച്ചാർ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ഉണക്കിയിട്ടാണ് നമ്മൾ അച്ചാറിടാൻ നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നോമ്പൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ കുറച്ചെടുത്തേക്കാന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. കിട്ടുമോ എന്നറിയില്ല കേട്ടോ. ഇവിടെ ഫയക്കുട്ടിയൊക്കെ അല്ലേ ഉള്ളത്. ഫയക്കുട്ടിയൊക്കെ അച്ചാർ കണ്ടു കഴിഞ്ഞാൽ അവിടെ വീഴും, അതാണ് അവസ്ഥ. ഞാൻ പിന്നെ ഇപ്പം അധികം കഴിക്കാറില്ല, മുന്നൊക്കെ നല്ല പോലെ കഴിച്ചിരുന്നു കേട്ടോ. അങ്ങനെ മാങ്ങൊക്കെ ഒന്ന് കഴുകി വാർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതൊന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള പണികളൊക്കെ ഞാൻ ചെയ്യാൻ നിൽക്കാറ് കൂടുതലും കുട്ടികൾ സ്കൂളിൽ പോയതിന് ശേഷമാണ് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ പണിയൊക്കെ ആകുമ്പോൾ സാവധാനം ഇരുന്ന് ആലോചിച്ചും ചിന്തിച്ചും കാഴ്ചകളൊക്കെ കണ്ടിട്ടാവുമല്ലോ എന്ന് വിചാരിക്കും കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലൊക്കെ വന്നിരുന്നിട്ടൊന്ന് അരിയാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ വർത്താനം പറയാൻ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ വർത്താനം ആവുകയും ചെയ്യും, പണി നടക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ വെയിൽ നല്ല കൂടുമ്പോഴേക്കും വേഗം കൊണ്ടുപോയി ഇത് വെയിലത്ത് വെക്കുകയും വേണം. അപ്പോൾ വേഗം അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. ഒരുപാട് മാങ്ങൊന്നുമില്ല, ഒരു 10-20 മാങ്ങൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഈ മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് വെറുതെ കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിലൊരെണ്ണം നല്ല പഴുത്തത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുഴൊന്നും നോക്കിയപ്പോൾ കണ്ടില്ല, ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ അത് ഞാൻ എടുത്ത് മാറ്റി വെച്ചു. ബാക്കിയുള്ളതിൽ കല്ലുപ്പൊക്കെ ഇട്ട് ഒന്ന് തിരുമ്പി മുകളിൽ കൊണ്ടുപോയി വെയിലത്ത് വെക്കണം. അങ്ങനെ മാങ്ങൊക്കെ ഇതേ വെയിലത്ത് കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലും ഉണ്ട്, ഒരു നല്ല തണവും ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണല്ലോ ഇപ്പോൾ. അതിൻ്റെ ഇടയിൽ ഒരു ആംബുലൻസ് പോയിരുന്നു, അതിൻ്റെ സൗണ്ട് കേട്ടിട്ടുണ്ടാവും. പിന്നെ നമ്മളെ വീടിൻ്റെ അടുത്താണ് കേട്ടോ ചൊവ്വാക്ഷേത്ര അമ്പലം. ആ അമ്പലത്തിൽ പാട്ട് വെച്ചതാണ് കേട്ടത്. നല്ലൊരു കാറ്റും വെയിലും അമ്പലത്തിൽ ആ പാട്ടും നല്ലൊരു ഫീൽ തന്നെയാണ് അല്ലേ. അങ്ങനെ ദേ വൈകുന്നേരം ആകുമ്പോഴേക്കും മാങ്ങ ഇത്രത്തോളം വാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉണങ്ങിയിട്ടില്ല, ഒന്ന് വാടി വന്നിട്ടുള്ളൂ. ഇനിയപ്പോൾ അച്ചാറിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചട്ടി വെക്കണ ദിവസമൊക്കെ ഞാൻ പുറത്തോ അല്ലെങ്കിൽ അടുപ്പിലോ ആണ് വെക്കാറ്, കാരണം ഗ്യാസിൽ വെക്കാറില്ല കേട്ടോ. അപ്പോൾ അച്ചാറിന് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില, മുളക് നമ്മളെ വീട്ടിൽ ഉണ്ടായത് ചീനമുളകാണ് കേട്ടോ. ഒരു കഷ്ണം ഒരച്ച് ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് നല്ല പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ അതേ ചൂടായ എണ്ണയിലേക്ക് കടുകും ഉലുവ ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഉലുവ പൊടി ഇട്ടാലും മതി, ഞാനിങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യാറ്. ഉലുവയും കടുകും പൊട്ടിക്കഴിഞ്ഞാൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില, മുളക് എല്ലാം ഇട്ട് കൊടുക്കുക. കായപ്പൊടി ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ, ശരിക്കും കായ ഇടണം, ഇവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരുപാടൊന്നും എടുത്തേക്കാനില്ല കേട്ടോ, കുറച്ച് തന്നെ ഉള്ളൂ, പെട്ടെന്ന് തീരുകയും ചെയ്യും. അപ്പം എല്ലാം കൂടെ ഒന്ന് നമുക്ക് വാട്ടിയെടുക്കാം. പണ്ടൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ഒരുപാട് അച്ചാർ കഴിച്ചിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു കുപ്പിയൊക്കെ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് തീർക്കും, അങ്ങനത്തെ അവസ്ഥയായിരുന്നു. ഇപ്പം തീരെ അങ്ങനെ കഴിക്കാൻ പറ്റില്ല, എന്താണെന്നറിയില്ല, പല്ല് സമ്മതിക്കില്ല, പുളിച്ചിട്ടും ഒന്നും കഴിക്കാൻ പറ്റാറില്ല കേട്ടോ. ഇപ്പോൾ അതിനോടുള്ള ഇഷ്ടമൊന്നുമില്ല. ഇപ്പോൾ കുട്ടികളിങ്ങനെ വിലക്കാറാണ് പതിവ്, കഴിക്കല്ലേ എന്ന് പറഞ്ഞിട്ട്. നമ്മളും ചെറുപ്പത്തിൽ അങ്ങനെ ആയിരുന്നുണ്ടല്ലോ. പക്ഷേ ഇപ്പോൾ പയ്യൊക്കെ ഇവിടെ ചെയ്യുമ്പോൾ കഴിക്കുമ്പോഴൊക്കെ ഞാനത് വേണ്ട എന്ന് പറയും കേട്ടോ. പിന്നെ ശർക്കര പൊടിച്ചിട്ട് ഇടുകയാണ് ഏറ്റവും നല്ല കേട്ടോ. അതൊന്ന് അലിഞ്ഞിട്ടാൻ കുറച്ച് പണിയുണ്ടായിരുന്നു. അപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 1 ടീസ്പൂണോളം അച്ചാർ പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ശർക്കര ഇട്ട് കൊടുത്ത് സെറുക്കി ഒഴിച്ച്. പിന്നെ കണക്ക് എത്രയെന്നൊന്നും പറയാൻ എനിക്കറിയില്ല. ഞാനൊക്കെ കൈ കൊണ്ടും ഒക്കെയാണ്, ചിലപ്പോൾ ആ പാക്കറ്റ് കൊണ്ട് തന്നെ പൊട്ടിച്ചിട്ടും അല്ലെ പാത്രം കൊണ്ട് പൊട്ടും, അങ്ങനെയൊക്കെയാണ്. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെ. മിക്കതും ശരിയാവാറുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്നായി വന്നപ്പോൾ മാങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ.
എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വേവാൻ വെക്കാം നല്ലപോലെ. പിന്നെ അച്ചാർ നമ്മൾ വെന്തുടയാനൊന്നും ഉപ്പേരിയും കറിയും പോലെ ഒന്നും ആക്കില്ലല്ലോ. ഈ സമയത്ത് നമ്മൾ ഫൈഹക്കുട്ടി തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട് കേട്ടോ. കുറച്ച് മാങ്ങ ഒക്കെ ഇതിൽ നിന്ന് കഴിക്കലാക്കിയിട്ടുണ്ട്. ചോറ് കഴിക്കണ പോലെയാണ് പ്ലേറ്റിലൊക്കെ ഇട്ടിരുന്നിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അതേ ഫൈഹക്കുട്ടിക്ക് പൊളിച്ചിട്ട് വയ്യ. ഒരുപാട് പുളിയുള്ള മാങ്ങയാണ് കേട്ടോ. മൂവാണ്ടം പോലെ ആണെങ്കിലും നല്ല പുളിയാണ് മാങ്ങയാണ്. പഴുത്താൽ പോലും നല്ല പുളിയുള്ള ഒരു മാങ്ങയാണ്. അവൾ എങ്ങനെ കഴിക്കണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ആയിരുന്നു കേട്ടോ. ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അച്ചാറൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ അച്ചാറാണ് കേട്ടോ. അപ്പോൾ ബൈ ബൈ. പുതിയൊരു വീഡിയോ ഇട്ട് പിന്നെയും കാണാം.